എന്റെ ജാനകിക്കൊന്നും. എനിക്കൊന്നും വേണ്ട. എന്റെ തങ്കി, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? 5 ദിവസമായി. 5 ദിവസമായി? എന്നാ വള്ളത്തിൽ പോകണ്ട, ഇവിടെ തന്നെ നിന്നെ കണ്ടുകൊണ്ടിരുന്നു. ആ, കപ്പലിൽ ജോലി കിട്ടുന്നവരെ ഞാൻ വള്ളത്തിൽ പോകും. കപ്പലിൽ പോയാ പിന്നെ എന്നാ കാണുക? ലോകമെല്ലാം ചുറ്റി തിരിച്ചു വരുമ്പോൾ. അതൊക്കെയില്ല, ഞാൻ വിടുകയില്ല. ഉച്ചയ്ക്ക് വെള്ളത്തിലിറങ്ങിയതാ, വല്ലാതെ വിശക്കുന്നു. അതിലാണ് തിരിഞ്ഞു നിൽക്കല്ലേ, അച്ഛൻ വരുമ്പോ വഴക്ക് പറയും. തിരിഞ്ഞു നിൽക്കലല്ലേ? എനിക്ക് വേണ്ട. എനിക്ക് അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോകും. നീ ഉച്ചമുതലിന് വെള്ളത്തിൽ കിടന്നതല്ലേ, നിന്റെ ദേഹം ഒന്ന് ഐസ് പോലെ തണുത്തിരിക്കും. ചേട്ടന്റെ ശരീരത്തിൽ നിന്ന് നല്ല ചൂടായിരിക്കും. പിന്നെ നിനക്ക് ബെൽറ്റ് മാറി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? വള്ളത്തിൽ വെച്ചിരിക്കുക. അയ്യോ, അതെങ്ങോടാ? ഞാൻ ഛാപ്പിലേക്കാ. കല്ലൊന്ന് ശരിയാക്കി എടുത്തു വെക്കുള്ളേ. ഓ, ദാമോദരമേളാളി വരണ്ടേ? ആ വട്ടിയെടുത്ത് മാറ്റിയ പാവം വയസ്സിന്റെ കാലം തന്നെ ഓടിക്കണം. അയാളും തട്ടിക്കോട്ടെ. അയാളും തട്ടിക്കോട്ടെ പിള്ളേ. പാവം, അയാളെല്ലാവർക്കും ഒരു ഉപകാരിയാണ്. കല്ലിൽ തട്ടുകൊണ്ട് അതിനൊന്നും വരാനില്ല. നമ്മൾ കാണാത്ത പറ്റിയിരുന്നാ മതി. അയ്യോ, തട്ടിയില്ല, തട്ടിയില്ല. അങ്ങനെ ഹരാമോൻ. മോളോടെ ഇരുന്നോടി, മോളോടെ ഇരുന്നോ. എടാ, പോയി 2 ചായ എടുക്ക്. ഞാൻ പോട്ടെ. മോളോടെ ഇരിക്കടി. ഇരുന്ന അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കും. ചായ ഒന്ന് പോരെ? ഒന്ന് ഇവൾക്ക്. എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചതാ. ഒരു ചായ കൂടെ ഒക്കെ കുടിക്കാം, ചെറുപ്രായമല്ലേ. എടാ ചണ്ട. എന്തൊരു തണുപ്പ്. നല്ല മാർച്ചോണ്ടല്ലോ. നോക്കട്ടെ നോക്കട്ടെ. നീ ഭാഗ്യമുള്ളവളാണല്ലോടി മോളെ. കൈ നോക്കാൻ മുതലാളിക്ക് കണ്ണ് കാണാമോ? വെള്ളമിട്ട് മാറി തെളിഞ്ഞതാക്കി വരാമാ. എന്തൊരു തണുപ്പാണ് മോളെ നിന്റെ കൈക്ക്. വെള്ളത്തിൽ കിടന്ന് കക്ക വരുന്നല്ലേ ജോലി മുതലാളി. ഇനി ഒന്ന്, നിനക്ക് എത്ര വയസ്സായി മോളെ? 17. എനിക്ക് 71. വേഗം കൊണ്ടാടോ. എനിക്ക് വേണ്ട. എന്റെ ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല പെണ്ണെ. എനിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ ഭാര്യ മക്കളെ മറ്റുണ്ടോ? ഒരു ചായ എങ്കിലും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തരണ്ടേ? ഒരു ചായയും കൂടെ കൊണ്ടുപോവാ ശിവരാമ. നോക്കട്ടെ 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 നോക്കട്ടെ. നിന്റെ കല്യാണം ഈയിടെ നടക്കുമല്ലോ.
ആ നടക്കും. അത് കൈ നോക്കാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ. സന്താനയോഗവും ഉണ്ട്. ആ ഉണ്ട്. ഏതുകൊണ്ട് ഭാഗ്യമുള്ളവളാണ് തങ്കമ്മ. പിന്നെ സംശയമുണ്ടോ? ശിവരാമൻ എപ്പോഴെങ്കിലും ഇവളെ കൈ നോക്കിയിട്ടുണ്ടോ? കൈ നോക്കാതെ തന്നെ അറിയാമല്ലോ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്നും. അതുകൊണ്ട് തന്നെ അവൾ ഭാഗ്യവതിയാണെന്ന് നോക്കി. എന്നാ കഴിക്ക എന്നാ കഴിച്ചു. പഞ്ചാരയില്ലേ ശിവരാമ? പഞ്ചാര. ശിവരാമ, ഞാൻ ഇറങ്ങുക. അല്ലെങ്കിൽ നീ തുടച്ച് എന്നെ കൂടെ വെളിയിലാക്കും. എന്നാ കാശെടുക്ക. അവളൊരു തമാശ കേട്ടിരിക്കുന്നു. തമാശ കേട്ടിട്ടല്ല, ആ വയസ്സൻ എന്റെ കൈക്ക് പിടിച്ചപ്പോഴത്തെ ചേട്ടന്റെ ഭാവവും ക്ലാസ് ഇടിച്ചു വയ്ക്കലും ഒക്കെ കണ്ടിട്ട് ചിരിച്ചു പോയതാ. പെണ്ണെ, വയസ്സനായാലും മരിച്ചവനായാലും നിന്നോട് ആരെങ്കിലും കിണ്ണാരം പറയുന്നത് എനിക്കിഷ്ടമാണ്. എന്നാരെ കൊണ്ടും പറയിക്കണ്ട, ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു. നിലാവ് കാലമേ കിട്ടിയില്ലടാ മോനെ. ഇത് മതി അച്ഛാ, നന്നായിരിക്കും. പത്തായിരിക്കും. നീ ഇതുവരെ പോയില്ല? സിഗരറ്റാ മുതലാളി വൈകിട്ടത്തെ നടത്തത്തെ ഇറങ്ങിയതായി. ആ പത്തായിക്ക് ഇപ്പൊ എന്താ ജോലി? ഞാനിപ്പോ വള്ളത്തിലാണ് ജോലി. വീടിതാ, ഞാൻ പോട്ടെ. പൊയ്ക്കോ. ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട് മുതലാളിയുടെ സന്മനത്തിനെ പറ്റി. ഞങ്ങൾ അതേ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് കൊച്ചു കുട്ടികളിലേക്കൊന്ന് പഴം തിന്നാൻ? നന്മ ചെയ്യുന്നവർക്ക് എതിരാണ് അനുഭവം. കർമ്മം ചെയ്യണമെന്നല്ലാതെ ഫലം ആശിക്കരുത് പൗലൂസേ. അല്ല, ഇത്രയും സ്വത്തും മുതലും സമ്പാദിച്ച് ആളുകൾക്ക് ഉപകാരവും ചെയ്യുന്ന മുതലാളിക്ക് അന്തിക്കൂട്ടിന് പോലും ഒരാളില്ലല്ലോ മുതലാളി. കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട്. സ്വത്തുക്കൾക്ക് ഒരു അവകാശം ഉണ്ടാകാൻ വേണ്ടിയെങ്കിലും ഭാര്യ മരിച്ചപ്പോൾ ഒരു കല്യാണം കഴിക്കേണ്ടതായിരുന്നു. അന്നത് തോന്നില്ല. ഇനിയായാലും മതിയല്ലോ വയസ്സുകാലത്തൊരു തുണയ്ക്ക്. ആളുകൾ പരിഹസിക്കില്ലടോ. ആളുകൾ അങ്ങനെയൊന്നും പരിഹസിക്കില്ല മുതലാളി. എന്നാലും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ കൂടെ ഭാര്യയായി പൊറുക്കാൻ ആര് വരുന്നടോ? ഇത്രയും മുതലുള്ള നാമോനാളുടെ ഭാര്യയാകാൻ 100 പേര് കാണും. ആ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാ മതി. എടാ കുറിച്ചു വാ. നീ ഇതുവരെ എവിടെയായിരുന്നു? കായലിൽ നിന്ന് കയറാൻ കുറെ വൈകി. ആഹാ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ജാനകി കടയിൽ പോയി സാമാനം വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോയല്ലോടി. ഞാനേ ഒരു ചായ കുടിക്കാൻ കയറിയതാ. ദേ, ഏക്കും ചൊല്ലിയില്ലാണ്ട് നടന്നാലുണ്ടല്ലോ. ഞാൻ ഒന്നും പറയുന്നില്ല. നല്ല ഒന്നാന്തര മീന സഹായ വിലക്ക് തരാം. നീ ഇവിടെ ഇരിക്കുന്നുണ്ടോ? അത്താഴത്തിനുള്ള വാ വാങ്ങണം. എളുപ്പം എണ്ണീറ്റ് പോകാൻ വേണ്ടി അമ്മാന്തറവിക്ക് വാരി കൊടുത്തേക്കരുത് കേട്ടോ. ഞാനിങ്ങോട്ട് വന്നപ്പോഴേ തലചാടി പഠിക്കാൻ പോവുകയാണല്ലോ. എല്ലാരും ഇരിക്കുന്നത് നല്ല കഷണം തിന്നുപോലെ. ഈ അച്ഛനെ കൊണ്ട് അരി വെപ്പിച്ച് എത്ര കാലം നീ തിന്നുകൂടാ? അച്ഛൻ വല്ല പിള്ളേരെ ആരെങ്കിലും വിളിച്ചു വന്നിട്ട്? ആ അങ്ങനെ അരിവെപ്പാരെ കൊണ്ട് വെപ്പിച്ചൊന്നുമുള്ള സ്ഥിതിയൊന്നും നമുക്കില്ലടാ മോനെ.
നിനക്കൊരു പെണ്ണിനെ എവിടുന്നെങ്കിലും കൊണ്ടുവരാൻ നോക്കുമോ? ആ വരട്ടെ. വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് നീ ഇരുന്ന് മൂത്ത് നരയ്ക്കും. ഞാനിങ്ങനെ അടുപ്പിന് തീയും ഊതി അവസാനിക്കും. നിന്റെ ഒരു കുഞ്ഞിനെ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന് എനിക്ക് അത്രയ്ക്ക് വയസ്സൊന്നും ആയില്ലല്ലോ. നിന്റെ പാട്. മോനെ, നീ മുറിക്കകത്ത് കിടന്നു. അച്ഛൻ കടക്കകത്ത് ബെഞ്ചി കിടന്നോളാം. ചരക്കുണ്ട് അച്ഛ, വള്ളത്തിൽ ചരക്കുണ്ട്. ഒരു ദിവസമെങ്കിലും പുരേ കിടന്ന് ഉറങ്ങണ ചെറുക്ക. അയ്യോ, വള്ളത്തിൽ ആരെങ്കിലും ഇങ്ങനെ മോഷ്ടിക്കും. അച്ഛൻ കിടന്നോ. കൃഷ്ണ കൃഷ്ണ ഉണ്ണികോപാലക കമലനേത്ര കൃഷ്ണ ഉള്ളിനെ അഞ്ജന ശ്രീധര ചാരുമൂർത്തേം കൃഷ്ണ അഞ്ജലി കൂപ്പിവ നങ്ങിടുന്നേം കൃഷ്ണ ആനന്ദലങ്കര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം തെറ്റിടനേം കൃഷ്ണ. എന്റെ പുറത്തുള്ളാണ്ട് വീണല്ലോടി. അമ്മ ഇത് പെരയുടെ മുകളിൽ വീണതായിരിക്കും. അമ്മ വേഗം ഒരുങ്ങ്, ഡാൻസ് ഇപ്പം തുടങ്ങും. എന്റെ നേർവ് ഇവിടെ കിടന്നിട്ട് കണ്ടില്ലല്ലോ. അടുക്കള കാണും. കല്ല് അമ്മയുടെ പുറത്താണ് വീണത്. സാരമില്ല. അമ്മ ഡാൻസ് കാണാൻ പോകാൻ ഒരുങ്ങയാണ്. ഞാനും പോകുന്നു. അവിടെ വന്നാൽ മതി. അമ്മ കാണാതെ ഞാൻ എണീറ്റ് വരാം. പോ, പൊയ്ക്കോ.